പാർട്ടിയിൽ നിന്ന് പോകരുത്. കാരണം ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ഉണ്ടല്ലോ, കോൺഗ്രസ് ആവട്ടെ, CPM ആവട്ടെ, CPI ആവട്ടെ, കേരള കോൺഗ്രസ് ആവട്ടെ, ആ പാർട്ടിക്കകത്തുകൂടെ ജനിച്ച് വളർന്ന് വന്ന് SFIയിലൂടെ KSUവിലൂടെ ഒക്കെ വളർന്നു വരുന്നവൻ ആ ഒരു ജീവിതകാലം കഴിയുമ്പോൾ മന്ത്രിയായാലും മന്ത്രി ആയില്ലെങ്കിലും സുധാകരൻ 2 തവണ മന്ത്രിയായതാണ്. 2 തവണ വളരെ എഫക്റ്റീവായിട്ട് മന്ത്രിസ്ഥാനം 5 വർഷം മന്ത്രിയായതാണ്. 4 തവണ MLA ആയി. 4 തവണ MLA ആയി. നല്ല സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച, കേരളം അറിയുന്ന, എക്കാലവും അറിയുന്ന, ഓർമ്മിക്കുന്ന ഒരു മന്ത്രിയായ ആളാണ് സുധാകരൻ. അപ്പോൾ അദ്ദേഹം വളർന്നു വന്ന പാർട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുക്കുകയും അവിടെ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എത്രയായാലും കോൺഗ്രസിന്റെ പിന്തുണയോടെ, UDFന്റെ പിന്തുണയോടെ ജയിച്ചു വന്നാൽ പോലും അദ്ദേഹത്തിന് ആ മഹത്വം കിട്ടുകയില്ല. അത് കിട്ടത്തില്ല. അത് ജയിച്ചു വന്നു വീണ്ടും മന്ത്രിയായാൽ പോലും ശരിക്കും പറഞ്ഞാൽ കേരളം അദ്ദേഹത്തെ ആ നിലയ്ക്ക് കാണുകയില്ല. അത് അദ്ദേഹത്തിന് ആത്യന്തികമായിട്ട് ഒരു നഷ്ടക്കച്ചവടമായിരിക്കും എന്നാണ് സുധാകരനെ എന്നും ആരാധനയോടെ മാത്രം, സ്നേഹത്തോടെ മാത്രം, ആദരവോടെ മാത്രം കണ്ടിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ. ഈ അപമാനം സഹിച്ച് നിൽക്കണോ അദ്ദേഹം ഈ പാർട്ടിയിൽ? അങ്ങനെ ഒരു അപമാനം ചിലപ്പോൾ അനുനയത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം. കാരണം പാർട്ടിക്ക് അത് ദോഷമുണ്ടാകാത്ത രീതിയിൽ. കേരളത്തിലെ MA ബേബി എന്ന് പറഞ്ഞാൽ CPMൻ്റെ ദേശീയ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം വരെ വിളിച്ച് പറഞ്ഞില്ലേ, സംസാരിച്ചില്ലേ? ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ആ ഒരു തലമുറയിൽ ഈ SFIയുടെ നേതാക്കളായിരുന്നവരാണ് ഇവരെല്ലാവരും. നമുക്കറിയാം KSUവിൻ്റെയും SFIയുടെയും വരവ് പരസ്പരം ഏറ്റുമുട്ടി ഉറ്റുനോക്കി. അപ്പോൾ ഭുവനേന്ദ്രൻ, സുധാകരൻ്റെ സഹോദരൻ, 12 NSS കോളേജിൽ വെച്ച് കത്തിക്കുത്തേറ്റ് കൊല്ലപ്പെട്ടതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട്. അതൊക്കെ ഭയങ്കര ഓർമ്മയാണ് SFIയെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയൊക്കെയുള്ള കെട്ടുപാടുകളുള്ള അനേകം മാനസികമായിട്ടും അവിടെ നിന്നൊക്കെ വിട്ടുപോരാൻ പറ്റാത്ത കെട്ടുപാടുകൾ ഏറെയുള്ള സുധാകരനെ പോലൊരാൾ CPM പോലൊരു പാർട്ടിയിൽ നിന്ന് പോകുന്നത് അദ്ദേഹത്തിനായിരിക്കും ക്ഷീണം. മഞ്ജുഷിനറിയാമല്ലോ, നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമുക്കറിയാം എത്രയോ ഘട്ടം MV രാഘവൻ, കണ്ണൂർ രാഷ്ട്രീയം, ഇവിടെയൊക്കെ ഞാനിങ്ങനെ അതിൻ്റെ അകത്ത് കടന്ന് രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, കോൺഗ്രസ് രാഷ്ട്രീയവും CPM രാഷ്ട്രീയവും. അതുകൊണ്ട് ഈ രാഷ്ട്രീയങ്ങളൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ കണ്ട MVRനെയും സാക്ഷാൽ ഗൗരിയമ്മയെയും കണ്ട് അവരുടെയൊക്കെ രാഷ്ട്രീയം, അവരുടെയൊക്കെ വരവും പോക്കും വളർച്ചയും താഴ്ചയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ആളെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ആത്യന്തികമായിട്ട് സുധാകരന് ഇതൊരു തിരിച്ചടിയാവും. ശരി.